അടുത്തതായി നമ്മൾ പറയുന്നത് സെൻട്രൽ ഫോഴ്സ് മോഷനെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു സിംപ്ലസ്റ്റ് ആയൊരു എക്സാമ്പിളാണ്. അതായത് ടു നോൺ ഇൻട്രാക്റ്റീവ് പാർട്ടിക്കിൾസ് M1 ആൻഡ് M2 മൂവ് ടുവാർഡ്സ് ഈച്ച് അതർ വിത്ത് വെലോസിറ്റീസ് V1 ആൻഡ് V2 റെസ്പെക്റ്റീവ്ലി. അതായത് രണ്ട് നോൺ ഇൻട്രാക്റ്റീവ് പാർട്ടിക്കിൾ M1 ആൻഡ് M2. അതായത് M1 എന്ന പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്, M2 ഇങ്ങോട്ട് പോകുന്നുണ്ട്. M1ൻ്റെ വെലോസിറ്റി V1 ആണ്, M2ൻ്റെ വെലോസിറ്റി V2 ആണ്. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? നോൺ ഇൻട്രാക്റ്റീവ് ആണെന്നാണ്. അതായത് ഈ M1 M2 തമ്മിൽ യാതൊരു ഇൻട്രാക്ഷനും ഇല്ല. അതായത് M1 M2നെ അട്രാക്റ്റ് ചെയ്യുന്നോ റിപ്പിൾ ചെയ്യുന്നോ അങ്ങനത്തെ ഒരു ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷനും തമ്മിലില്ല. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു ഇവ തമ്മിലുള്ള ഫോഴ്സ് 0 ആണ്. ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇത് സെൻട്രൽ ഫോഴ്സ് അല്ല ശരിക്കും, കാരണം ഇവിടെ തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ലല്ലോ. പക്ഷേ നമുക്ക് സെൻട്രൽ ഫോഴ്സ് ആയിട്ട് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം വിത്ത് U of R ഈക്വൽ ടു 0. ഇറ്റ് ഈസ് എ സെൻട്രൽ ഫോഴ്സ് വിത്ത് U of R ഈക്വൽ ടു 0. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. ശരിക്കും ഇങ്ങനെ ഒരു മോശം പറഞ്ഞതുകൊണ്ട് പ്രത്യേക നമുക്ക് അപ്ലിക്കേഷൻ ഒന്നും ഇല്ല. പിന്നെ എന്തിനാണ് പറയുന്നത്? ഇങ്ങനെ ഒരു സിംപ്ലസ്റ്റ് ആയ ഒരു സെൻട്രൽ ഫോഴ്സ് സിസ്റ്റം എന്നൊരർത്ഥത്തിൽ ആണ് ഇതിന് പറയുന്നത്. നമ്മൾ മോഷനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനത്തെ ഒരു എക്സാമ്പിളാണിത്. ആ രീതിയിൽ ഇതിനെ കാണാം. അപ്പോൾ ഇത് പോകുന്ന പാത്ത് ഇതാണ്, ഇത് പോകുന്ന പാത്ത് ഇതാണ്. ഇവ തമ്മിൽ യാതൊരു ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷനും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ 2 ബോഡി സിസ്റ്റമാണിത്. അപ്പോൾ ഇതിന് 1 ബോഡി സിസ്റ്റമാക്കി റെഡ്യൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവായ മാസ് എന്തായിരിക്കും? റെഡ്യൂസ്ഡ് മാസ് mu ഈസ് ഈക്വൽ ടു M1 M2 ബൈ M1 പ്ലസ് M2. പിന്നെ ഇവിടെയുള്ള ഒരു വെക്റ്റർ ഉണ്ടാവും, അതാണെന്ത്? റിലേറ്റീവ് വെക്റ്റർ R. അതിങ്ങനെയാണ്. ഇനി നമുക്ക് ഈ സിസ്റ്റത്തെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? M2നെ ഒറിജിനായിട്ട് എടുക്കുക, എന്നിട്ട് അവിടുന്ന് ഈ R വരയ്ക്കുക. ഇവിടെ ഏതാണ്? മ്യൂ, ഒറ്റ മാസ്. ഈ ഒരു 2 മാസുള്ള സിസ്റ്റം ഇപ്പോൾ ഒറ്റ മാസുള്ള സിസ്റ്റമാണിത്. മ്യൂ എന്ന റെഡ്യൂസ്ഡ് മാസുള്ള ഒറ്റ സിസ്റ്റം. ഇങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡ്യൂസ്ഡ് മാസ് സിസ്റ്റമായിട്ട് സിംഗിൾ ബോഡി സിസ്റ്റമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ റിലേറ്റീവ് വെക്റ്ററിനെ, ഈ M2നെ നമ്മൾ റിലേറ്റീവ് വെക്റ്റർ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റിനെ ഒറിജിനായിട്ട് എടുത്തിട്ട് റെഡ്യൂസ്ഡ് മാസിനെ ഇവിടെ വരയ്ക്കുക. അപ്പോൾ ഇതാ സിസ്റ്റമായി മാറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിനെ വരയ്ക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി കണ്ടെത്താൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞു സെൻട്രൽ ഫോഴ്സ് മോഷനിൽ ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻ്റ് ആണെന്ന്. Total energy is a constant and it is given as sum of kinetic and potential energy. അപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്നാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, CM ഫ്രെയിം. ഇൻ CM ഫ്രെയിം സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്ന് ടോട്ടൽ കൈനറ്റിക് എനർജി കണ്ടെത്താൻ എന്താണ് എളുപ്പമല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞതാണത്. ഇപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗിൽ ഇട്ട വീഡിയോയിൽ പറഞ്ഞതാണ് ടോട്ടൽ കൈനറ്റിക് എനർജി എങ്ങനെ എഴുതാം. ടോട്ടൽ kinetic energy is equal to half mu v square. ഇതാണ് ടോട്ടൽ കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ V കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? V ഇവിടെ ശരിക്ക് V എന്ന് പറഞ്ഞാൽ V സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? V സ്ക്വയർ എന്ന് പറഞ്ഞാൽ V ഡോട്ട് V ആണ്. ഇതിലെ V എന്ന് പറഞ്ഞാൽ എന്താ? ഈ വെക്റ്റർ R ഉണ്ടല്ലോ, അതിൻ്റെ ഡെറിവേറ്റീവ് R ഡോട്ട് R. ഏതാണ് ഈ R ഡോട്ട് R? ഈ സെപ്പറേഷൻ വെക്റ്ററിൻ്റെ ടൈം ഡെറിവേറ്റീവ്. അത് നമ്മൾ പോളാർ കോർഡിനേറ്റിലാന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു. അതെന്താണ്? ഒരു R ഡോട്ട് എന്ന് പറഞ്ഞാൽ R ഡോട്ട് R ക്യാപ്പ് പ്ലസ് R തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പ്. ഇതാണ് ഈ വെക്റ്റർ ആറിൻ്റെ ടൈം ഡെറിവേറ്റീവ്. അതിന് നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ എടുക്കുക ചെയ്യുക, R ഡോട്ട് R ക്യാപ്പ് പ്ലസ് R തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പ്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R ഡോട്ട് സ്ക്വയർ പ്ലസ് R സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കിട്ടുക, വെലോസിറ്റീൻ്റെ സ്ക്വയർ കിട്ടുക. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി എന്താ കിട്ടുക? ഹാഫ് മ്യൂ R ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് മ്യൂ R സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ.
ഇത് നമ്മളെ റേഡിയൽ കോൺട്രിബ്യൂഷൻ, റേഡിയൽ പാർട്ട് ഓഫ് കൈനറ്റിക് എനർജി, റേഡിയൽ പാർട്ട്, അതായത് ആറിൻ്റെ ഇൻക്രിമെൻറ്റ് മാത്രമേ ഇതിൽ വരുള്ളൂ. ഇതോ ഇവിടെ ആംഗുലാറായ പോളാർ കോർഡിനേറ്റഡ് ആംഗിൾ ഉണ്ടല്ലോ, ആംഗുലാറായ ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ടുള്ള കൈനറ്റിക് എനർജിയാണിത്. ഇതിനെ നമ്മൾ എന്താക്കി എഴുതിയത് L²/2μr² എന്ന് എഴുതിയത്. ഇതാണ് സെൻട്രിഫ്യൂഗൽ ടേം എന്ന് പറഞ്ഞ് എഴുതിയത്. സെൻട്രിഫ്യൂഗൽ ടേം നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു സെൻട്രിഫ്യൂഗൽ ടേം. അത് ശരിക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ഒന്നുമല്ല, പക്ഷേ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ തീറ്റ ഡോട്ടിനെ എന്താക്കി എഴുതി, തീറ്റ ഡോട്ടിനെ നമുക്ക് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എങ്ങനെയൊക്കെ എഴുതി കൂടെ, μr² തീറ്റ ഡോട്ട്. ഇത് നമ്മൾ തീറ്റ ഡോട്ട് L/μr² കൊടുക്കുമ്പോൾ ഈ ഇതെന്തായി മാറും, കൈനറ്റിക് എനർജി ½ μr² L²/2μr² എന്ന് കിട്ടും. L²/2μr² എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ എനർജി എന്താണ്, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇനി CM ഫ്രെയിമിലെ കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ CM ഫ്രെയിമിലാണ്. CM ഫ്രെയിം സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലെ കൈനറ്റിക് എനർജിയാണ് നമ്മളിപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് നേരെ ½ μv² എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് കൊടുത്താൽ കൈനറ്റിക് എനർജി ½ μr² L²/2μr² U(r). ഇതാണ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്, ഇ. ഓക്കെ, ഇ ആണ്. ഈ ഒരു ടേമിനെ നമ്മൾ എന്ത് വിളിച്ചത്, സെൻട്രിഫ്യൂഗൽ ടേം എന്ന് വിളിച്ചത്, അല്ല യു എഫക്റ്റീവ്. മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ യു എഫക്റ്റീവ് എന്ന് വിളിച്ചത്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി അതൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി E=12 μr² പ്ലസ് യു എഫക്റ്റീവ് ഇങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. ആദ്യത്തെ പോലെ തന്നെ ½ μv² എന്നും പറയാം. ½ μv², ½ μv² പ്ലസ് U(r) ഇങ്ങനെയും പറഞ്ഞൂടെ, പറയല്ലോ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് എന്താവുക, v² എന്താ വരിക, ഇതാ ഈ ടേം. ഇത് കൊടുക്കുമ്പോഴാണ് എന്തായി മാറുക, അത് ഈ രണ്ട് ടേമുകളായി മാറുക. ഓക്കെ, ഈ ടേമുമായി മാറുക. ഓക്കെ, ഇങ്ങനെയും പറയാം. അപ്പോൾ ഇൻ അവർ മോഷൻ, ഇൻ അവർ പ്രോബ്ലം, masses are m1 and m2 are non interacting. ഇൻട്രാക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവ തമ്മിൽ യാതൊരു ഫോഴ്സും ഇല്ല. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അതുകൊണ്ട് ടോട്ടൽ എനർജി നമുക്ക് എങ്ങനെ എഴുതാം, E=12 ഇതിന്ന് ടോട്ടൽ എനർജി എഴുതുമ്പോൾ ½ μr² പ്ലസ് യു എഫക്റ്റീവ്, അവിടെ എന്തുണ്ടാവും, L²/2μr². L²/2μ യു എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതല്ലേ, L²/2μr² പ്ലസ് U(r)ൻ്റെ അവിടെ 0 കൊടുത്തു. യു എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതല്ലേ, യു എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ L²/2μr² പ്ലസ് U(r). U(r) 0 ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം. രണ്ടാമത്തെ ഇക്വേഷന് വേണമെങ്കിൽ എന്ത് എഴുതാം, ഈ ഇക്വേഷന് ടോട്ടൽ എനർജി എഴുതുകയാണെങ്കിൽ E=½ μv² പ്ലസ് 0. അപ്പോൾ രണ്ടും നമുക്ക് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം, രണ്ടും തുല്യമാണ്. ഇക്വേറ്റ് ചെയ്യേണ്ട, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇവിടെ 0നെ ഞാൻ മായ്ച്ച് കളയാണ്. അപ്പോൾ ഇനിയിപ്പോൾ 0 ആണെങ്കിൽ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിച്ചു, ഇതിന് ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഇനി നമ്മുടെ ചിത്രം നോക്കുക. ടോട്ടൽ എനർജി രണ്ട് രീതിയിൽ എഴുതി. ടോട്ടൽ എനർജി രണ്ട് രീതിയിൽ എഴുതി. ഇനി നമ്മളെ ചിത്രത്തിൽ നോക്കിയാൽ ഈ മാസ് ഇങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ്, ഇതിങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ റേഡിയസ് വെക്റ്ററിന് എന്താ സംഭവിക്കുക,
ഇതിങ്ങനെ ഇങ്ങോട്ട് പോകും തോറും ഈ റിലേറ്റീവ് വെക്റ്റർ ഇങ്ങനെ ചെറുതായി വരും. ഇങ്ങോട്ടും വരില്ല. അപ്പോൾ അടുത്തേക്ക് വരിക. അവസാനം ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഇതുവടിയും വരും. ഇതിങ്ങോട്ടാണ്, അതിങ്ങോട്ടാണ്. ഈ പോയിന്റിലായിരിക്കും ഈ റേഡിയസ് വെക്റ്റർ ഏറ്റവും ചെറുതാവുക. അറ്റ് ആർ ഈക്വൽ ടു ബി ആവുന്ന സമയത്ത് ഈ ആർ ഡോട്ട് എന്തായിരിക്കും? അറ്റ് ആർ ഈക്വൽ ടു ബി ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു 0. കാരണം ആർ ഇങ്ങനെ ചെറുതായി വരികയാണ്. ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ ഇങ്ങനെ എത്തും. പിന്നെ എന്ത് ചെയ്യും? എഗെയിൻ ആറ് കൂടാൻ തുടങ്ങും. പിന്നെ ഇതിങ്ങോട്ടെത്തി. അപ്പോൾ പിന്നെ ആറ് കൂടി. പിന്നെ ഇതിങ്ങോട്ടെത്തും. അപ്പോൾ ആറ് വീണ്ടും കൂടി. അപ്പോൾ ആദ്യം ആറ് ഇങ്ങനെ ചെറുതായി വരും. എത്തും തോറും പിന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആർ ഡോട്ട്, ഈ ആറിൻ്റെ വേരിയേഷനാണ് 0 ആയി നിൽക്കും. ഇത് പിന്നെ എന്ത് ചെയ്യും? ഇവിടുന്ന് പോകും. പിന്നെ എഗെയിൻ ഇത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അറ്റ് പർട്ടിക്കുലർ പൊസിഷൻ ആർ ഈക്വൽ ടു ബി ആർ ഡോട്ട് ഈക്വൽ ടു 0. ടോട്ടൽ എനർജി എന്തായാലും കൺസർവ്ഡ് ആവണം. അപ്പോൾ അറ്റ് ആർ ഈക്വൽ ടു ബി ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു 0. പക്ഷേ ടോട്ടൽ എനർജി ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. എല്ലാ സമയത്തും അതൊരു തുല്യമായിരിക്കും. ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു ഹാഫ് മ്യൂ ഈക്വൽ ടു, നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ആർ ഡോട്ട് ഈക്വൽ ടു 0 ആണ്. മ്യൂ 0² പ്ലസ് L² ബൈ, അപ്പോൾ ഇവിടെ ആറിൻ്റെ അവിടെ എന്താ കൊടുക്കേണ്ടത്? 2 മ്യൂ B² എന്ന് കൊടുക്കണം. ഈസ് ഈക്വൽ ടു, ഈ ഭാഗം 0 ആയിരിക്കും, L² ബൈ 2 മ്യൂ B². ഇത് ടോട്ടൽ എനർജി. ഇനി ഈ ടോട്ടൽ എനർജീൻ്റെ മറ്റൊരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ്. ഈ സമയത്തെ ടോട്ടൽ വെലോസിറ്റി കിട്ടണമെങ്കിൽ ഇതിവിടെ ഇക്വേറ്റ് ചെയ്താൽ മതി. ഹാഫ് മ്യൂ V0². ആ സമയത്തെ വെലോസിറ്റി കിട്ടണമെങ്കിൽ V0 ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു 0, V ഈസ് ഈക്വൽ ടു V0 എന്ന് കൊടുക്കുക ആ സമയത്ത്. അപ്പോൾ ഹാഫ് മ്യൂ V0². ആ സമയത്തുള്ള വെലോസിറ്റി V0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? L ഈസ് ഈക്വൽ ടു, ഇതിൽ നമുക്ക് L എന്താണെന്ന് എഴുതാൻ പറ്റും. L ഈസ് ഈക്വൽ ടു, ഇവിടെ 2 ഒക്കെ വെട്ടിക്കളഞ്ഞാൽ L ഈക്വൽ ടു എന്താ കിട്ടുക? മ്യൂ² V0² B² L² ഈക്വൽ ടു ഇങ്ങനെ കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് L ഈസ് ഈക്വൽ ടു മ്യൂ B V0 എന്ന് കിട്ടും. അപ്പോൾ L എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണല്ലോ. ഇനിയിപ്പോൾ ഇത് മാറില്ല, എല്ലാ സമയത്തും ഇത് തന്നെ ആയിരിക്കും ഈ മോഷനിൽ. മ്യൂ B V0. ഓക്കെ, ഇതിന് ഇക്വേഷൻ 3 എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് യു എഫക്റ്റീവ് ഒന്നും കൂടി എഴുതാൻ പറ്റും. യു എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു, യു എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ L² ബൈ 2 മ്യൂ R² പ്ലസ് യു ഓഫ് ആർ അല്ലേ. യു ഓഫ് ആർ 0 ആയതുകൊണ്ട് ഈ ടേം വേണ്ട. യു എഫക്റ്റീവ് ഇങ്ങനെ എഴുതാം. അപ്പോൾ L² അവിടെ ഇത് കൊടുക്കാം, മ്യൂ B V0² ബൈ 2 മ്യൂ R². യു എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു മ്യൂ² B² V0² ബൈ 2 മ്യൂ R². ഇതിൽ മ്യൂ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം കിട്ടുക യു എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ V0² B² ബൈ R². ഇനിയിപ്പോൾ നമുക്ക് യു എഫക്റ്റീവ് കിട്ടി. ഇനി നമുക്ക് എനർജി ഡയഗ്രാം വരക്കാം. എന്തിനാണ് എനർജി ഡയഗ്രാം വരയ്ക്കുന്നത്? നമുക്കറിയാം ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ R.² പ്ലസ് യു എഫക്റ്റീവ് ആണല്ലോ. അപ്പോൾ ഇതാണ് എന്ത്? റേഡിയൽ കൈനറ്റിക് എനർജി. ഇതാണ് റേഡിയൽ കോൺട്രിബ്യൂഷൻ ഓഫ് കൈനറ്റിക് എനർജി. ഇതിൽ പിന്നെ
എഫക്റ്റീവ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ നമുക്ക് റേഡിയൽ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ, അതായത് കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് റേഡിയൽ മോഷൻ ഈസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ. കാരണം ഇത് റേഡിയൽ വെക്റ്ററിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെ റിഡക്ഷൻ അവിടെ വരുന്നത്, അതിൻ്റെ ചേഞ്ചാണ് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ മൈനസ് യു എഫക്റ്റീവ് അല്ലേ. കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് റേഡിയൽ മോഷൻ ഈസ് ഈക്വൽ ടു ഇ മൈനസ് യു എഫക്റ്റീവ്. അപ്പോൾ കൈനറ്റിക് എനർജീൻ്റെ ഒരു ഗ്രാഫ് വരക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇതിൽ നിന്നൊരു ഗ്രാഫ് വരക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു ഇത് വരക്കാം, പ്ലോട്ട് വരക്കാം. ഇത് നമുക്ക് യു എഫക്റ്റീവ് ഇവിടെ ആദ്യം പ്ലോട്ട് ചെയ്യാം. യു എഫക്റ്റീവ് എന്താ, യു എഫക്റ്റീവ് ഇവിടെ വരക്കാം. യു എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു നമുക്കൊരു ആറിൻ്റെ ഫംഗ്ഷനായിട്ട് അറിയാം, ഹാഫ് മ്യൂ വി സീറോ സ്ക്വയർ, ഹാഫ് മ്യൂ വി സീറോ. ഈ കൈനറ്റിക് എനർജി, റേഡിയൽ കൈനറ്റിക് എനർജിയെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, യു എഫക്റ്റീവിനെ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കോൺസ്റ്റൻറ്റുകളാണ്, ഇവിടെയുള്ള കോൺസ്റ്റൻറ്റുകളാണ് ഇതൊക്കെ. അടിയിൽ മാത്രം ആർ സ്ക്വയർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ഫംഗ്ഷനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ ഇത് വരയ്ക്കുമ്പോൾ ഒരു ആർ സ്ക്വയർ 1/r സ്ക്വയറിൻ്റെ ഗ്രാഫായിരിക്കും കിട്ടുക, ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇങ്ങനെ ആയിരിക്കും കിട്ടുക അതിൻ്റെ ഗ്രാഫ്. ഇനി നമ്മൾ ടോട്ടൽ എനർജി, നമ്മുടെ പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അത് ഇത്രയാണെന്ന് വെക്കുക ടോട്ടൽ എനർജി. ഈ ആക്സിസിൽ നമ്മൾ എനർജി എടുക്കുന്നത്, നമ്മൾ ഫസ്റ്റ് സെമ്മിൽ എനർജി ഡയഗ്രാം വരക്കാൻ പഠിച്ചില്ല, അതേപോലെ തന്നെ. അപ്പോൾ ഇത് യു എഫക്റ്റീവിൻ്റെ ഗ്രാഫാണ്, ഇത് ഇൻ്റെ ഗ്രാഫാണ്. അങ്ങനെയാണ് ഈ കൈനറ്റിക് എനർജി പോസിറ്റീവ് ആവുന്നത് ഈ കേസിൽ മാത്രമാണ്, ഇവിടെ നിന്ന് ഇവിടെ വരെ. അപ്പോൾ മോഷന് എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കും ഡിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടാവുക, ഇവിടെ നിന്ന് ഇവിടെ വരെ. ഈ ഒരു റീജിയനിൽ ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഇതാണെന്ത്, ഇ മൈനസ് യു എഫക്റ്റീവ്. അപ്പോൾ ഇവിടെ ഇ മൈനസ് യു എഫക്റ്റീവ് 0 ആയിരിക്കും, ഇവിടെയൊക്കെ അത് പോസിറ്റീവ് ആയിരിക്കും. കാരണം ഇവിടെയൊക്കെ ഈ ഗ്രേറ്റർ ദാൻ യു എഫക്റ്റീവ് ആണ്. അപ്പോൾ ഈ റീജിയനിലൊക്കെ യു എഫക്റ്റീവ് ഇതായിരിക്കും, ഇ ആണ് കൂടുതൽ. അപ്പോൾ ഇ മൈനസ് യു എഫക്റ്റീവ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ദെർഫോർ പിന്നെ ഇതിൻ്റെ ഈ ഒരു പോയിൻറ്റിന് അപ്പുറത്തേക്കോ യു എഫക്റ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ ഇ, ദെർഫോർ ഇ മൈനസ് യു എഫക്റ്റീവ് ഈസ് നെഗറ്റീവ്. കൈനറ്റിക് എനർജി കനോട്ട് ബി നെഗറ്റീവ്, ദെർഫോർ മോഷൻ ഈസ് നോട്ട് അലൗഡ് ടു ദിസ് റീജിയൻ. The motion is restricted. The motion is restricted to the region. Kinetic energy should be positive. കൈനറ്റിക് എനർജി പോസിറ്റീവ് ആവുന്ന റീജിയനിലേക്ക് മോഷൻ റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവ് ആവണം. ദാറ്റ് ഈസ് ഇ മൈനസ് യു എഫക്റ്റീവ് പോസിറ്റീവ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു റീജിയനിലായിരിക്കും ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ ഇതാവുക. അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ ഇപ്പോൾ ആർ ഡോട്ട് ഇതിങ്ങനെ പാർട്ടിക്കിൾ ഇങ്ങനെ എന്ത് ചെയ്തു, ഇതാണ് 6 0യിൽ നിന്ന്. അപ്പോൾ 6 ഇങ്ങനെ കുറഞ്ഞൊരു പ്രത്യേക മിനിമം വാല്യൂ എത്തും. ആ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ ആ വാല്യൂ ആണ് കൈനറ്റിക് എനർജി മിനിമം ആവുക. പിന്നെ എന്ത് ചെയ്യും, റേഡിയൽ കൈനറ്റിക് എനർജി ആ പോയിന്റിലായിരിക്കും മിനിമം ആവുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ ചെറിയൊരു ആറിലേക്ക് പോകാൻ കഴിയില്ല. തിരിച്ച് പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ എത്തി ബാരിയറിൽ തട്ടി ഇങ്ങോട്ട് പോകും, റിപ്പൽ ചെയ്യും. അപ്പോൾ കൈനറ്റിക് എനർജി നമ്മുടെ പാർട്ടിക്കിളിൻ്റെ ആദ്യം ഇങ്ങോട്ട് പോകുന്തോറും പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി കുറഞ്ഞു പോകും. ഈ ഒരു പോയിന്റിൽ എത്തിയ കൈനറ്റിക് എനർജി 0. അത് നമ്മളെ മോഷൻ നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ മോഷൻ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ആദ്യം എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ വന്ന് റേഡിയസ് ഈ ഒരു റിലേറ്റീവ് വെക്റ്റർ കുറഞ്ഞ പോയിന്റിലേക്ക് എത്തും, R = Bയിലെത്തും. പിന്നെ എന്ത് ചെയ്യും, പിന്നാണ് കൂടാൻ തുടങ്ങും.
അപ്പോൾ ആർ ഈക്വൽ ടു ബിയിലെത്തുമ്പോൾ ഈ റേഡിയൽ ഈ ഒരു റിലേറ്റീവ് വെക്ടറിൻ്റെ ടൈം ഡെറിവേറ്റീവ് 0 ആവുന്നു. ഇതിങ്ങനെ ഈ ഇതിങ്ങോട്ട് വരികയാണ്, ഇതിങ്ങോട്ട് വരിക. അപ്പോൾ ഇതിങ്ങനെ ചെറുതാവല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഇവിടെ എത്തുമ്പോൾ ബി ആണ് ആ ലെങ്ത്ത്. ആ സമയത്ത് ഈ റിലേറ്റീവ് വെക്ടറിൻ്റെ ചേഞ്ച് 0 ആവും. പിന്നെ വീണ്ടും കൂടാൻ തുടങ്ങും. ആദ്യം ഇങ്ങനെ റിലേറ്റീവ് വെക്ടറിൻ്റെ ചേഞ്ച് എന്നുള്ളത് കുറയുന്ന രീതിയിലാണ്, പിന്നെ അങ്ങനെ കൂടാൻ തുടങ്ങും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ പോയിന്റിൽ അത് 0 ആയിരിക്കും ആ ചേഞ്ച്. അപ്പോൾ അതാണെന്ത്, ഈ ഗ്രാഫിലെ ഈ പോയിന്റ് ആർ ഈക്വൽ ടു ബി ആണേത്, ഈ ഒരു പോയിന്റ് ആർ ഈക്വൽ ടു ബി ആണ്. അപ്പോൾ ആർ ഗ്രേറ്റർ ദാൻ ബി ആവുന്ന സമയത്ത് ഇത് ഒക്കെ പോസിബിളാണ്. ആറ് ബീനേക്കാൾ ചെറുതാൻ പറ്റുമോ? ഇവിടെ നോക്കിയാൽ പറ്റുമോ? ഇല്ലല്ലോ. ആറ് ബീനേക്കാൾ ചെറുതാൻ പറ്റൂലല്ലോ. കാരണം ഇതിങ്ങനെയാണ് പാസ് ചെയ്യല്ലേ. മാക്സിമം ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് ഇവ തമ്മിൽ വരാൻ പറ്റുന്നത് ആർ ഈക്വൽ ടു ബി ആണ്. ഈ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ ഇനീഷ്യലി എന്താണ് ഈ ഒരു മോഷന്, നമ്മളിപ്പോൾ ഈ ഒരു മോഷൻ്റെ ഗ്രാഫാണ് വരച്ചത്. ആറ് വളരെ വലുതായിരുന്നു, അതായത് യു എഫക്റ്റീവ് വളരെ ചെറുതായിരുന്നു. ആറ് വളരെ വലുതെന്ന് പറഞ്ഞാൽ യു എഫക്റ്റീവിലെ ഇത് അടിയിലാണ് ആറുള്ളത്, ഡിനോമിനേറ്ററിൽ. അപ്പോൾ യു എഫക്റ്റീവ് വളരെ ചെറുതായിരുന്നു. ആ സമയത്ത് ഈ കൈനറ്റിക് എനർജി, റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് കൈനറ്റിക് എനർജി ഇ മൈനസ് യു എഫക്റ്റീവ് എന്താണ്, വളരെ വലുതാണ്. കാരണം യു എഫക്റ്റീവ് ചെറുത് എന്ന് പറഞ്ഞാൽ മൊത്തമുള്ള എനർജിയൊക്കെ കൈനറ്റിക് എനർജിയാണ്. പിന്നെന്ത് ചെയ്തു, ആറ് ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് യു എഫക്റ്റീവ് വലുതായി വരും. ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഇവിടെ എത്തുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു യു എഫക്റ്റീവ്. കാരണം ഇൻ്റെ ലൈനും യു എഫക്റ്റീവിൻ്റെ ലൈനും കൂട്ടിമുട്ടാണ്. അപ്പോൾ കൈനറ്റിക് എനർജി 0 ആവും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആറ് ചെറുതാൻ പറ്റില്ല. കാരണം യു എഫക്റ്റീവ് അപ്പോൾ ഈനേക്കാൾ വലുതാവും. അപ്പോൾ കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവാൻ പോകും. പക്ഷേ കൈനറ്റിക് എനർജി നെവർ ബി നെഗറ്റീവ്. ദെർഫോർ മോഷൻ്റെ ഏറ്റവും കുറഞ്ഞ പോയിൻ്റ് എത്തും. ഇതൊരു ടേണിംഗ് പോയിൻ്റാണ്. ആർ ഈക്വൽ ടു ബി ഇസ് ദ ടേണിംഗ് പോയിൻ്റ്. ഈ ടേണിംഗ് പോയിൻറ്റിൻ്റെ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക, ടേണിംഗ് പോയിൻറ്റിൻ്റെ കണ്ടീഷൻ നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ അറ്റ് ദ ടേണിംഗ് പോയിൻറ്റ് ഇ ഈസ് ഈക്വൽ ടു യു എഫക്റ്റീവ്. കാരണം ഇത് രണ്ടും കൂട്ടിമുട്ടാണ്. അതുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി ഇതാവണത്. അപ്പോൾ ടോട്ടൽ എനർജി എന്താണ്, അതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഇ ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ വി സ്ക്വയർ ആണ്. രണ്ട് എക്സ്പ്രഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ടേണിംഗ് പോയിൻറ്റിൽ വി ഈസ് ഈക്വൽ ടു വി 0 ഹാഫ് മ്യൂ വി 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു യു എഫക്റ്റീവ്. യു എഫക്റ്റീവ് എന്താ, ടേണിംഗ് പോയിൻറ്റിൽ യു എഫക്റ്റീവ് നമുക്ക് അറിയുന്നതാണല്ലോ. ആർ ഈക്വൽ ടു ബി എന്ന് കൊടുക്കുക. സോറി, ആ ടേണിംഗ് പോയിൻറ്റിലെ ആ സമയത്തുള്ള യു എഫക്റ്റീവ് നമ്മൾ കൊടുക്കുക. യു എഫക്റ്റീവ് കൊടുക്കുമ്പോൾ ഹാഫ് മ്യൂ വി 0 സ്ക്വയർ ബി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇതിലിപ്പോൾ ഇതൊക്കെ വെട്ടാൻ പറ്റും. അപ്പോൾ എന്താ കിട്ടുക, ആർ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് കിട്ടും. ആർ ഈക്വൽ ടു ബി, ആർ ഈക്വൽ ടു ബി എന്നതാണ് ടേണിംഗ് പോയിൻറ്റ്. ഇത് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഈ എക്സാമ്പിളിൽ ഉള്ളത് എന്താണ്, ആദ്യം ഇത് വരുന്ന സമയത്ത് ആറ് വളരെ കൂടുതലായിരുന്നു. ആറ് കൂടുതലായി കഴിഞ്ഞാൽ യു എഫക്റ്റീവ് ചെറുതായിരിക്കും. അപ്പോൾ ആ സമയത്ത് കൈനറ്റിക് എനർജി കൂടുതലുണ്ടാവും. പിന്നെ ഇങ്ങനെ പാർട്ടിക്കിൾ അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് ആറ് ചെറുതായി വരും. അപ്പോൾ യു എഫക്റ്റീവ് ഇങ്ങനെ കൂടി വരും. അതിനനുസരിച്ച് കൈനറ്റിക് എനർജി കുറയും. എന്നിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൈനറ്റിക് എനർജി 0 ആവും. അതിൻ്റെ അപ്പുറത്ത് അതിനേക്കാൾ ചെറിയൊരു ആർക്ക് പോകാൻ കഴിയില്ല. പിന്നെ മോഷൻ പിന്നെന്ത് ചെയ്യും, ആറ് വീണ്ടും കൂടാൻ തുടങ്ങും. നമ്മളെ മോഷനിൽ നോക്കി അങ്ങനെ തന്നെയല്ലേ, ആറ് വീണ്ടും കൂടാൻ തുടങ്ങും. ആറ് പിന്നെ ഇങ്ങനെ കൂടാൻ തുടങ്ങും. ആറ് കൂടുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, യു എഫക്റ്റീവ് ചെറുതായി വരും. അപ്പോൾ ഈ കൈനറ്റിക് എനർജി വീണ്ടും ഇങ്ങനെ കൂടും. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് ഇത് ബൗൺസ് ബാക്ക് ചെയ്യുക. ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ബൗൺസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബൗൺസിങ് കൊണ്ട് ഉദ്ദേശിക്കണം എന്താ, ഇവിടെ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ പോവും, ഇതിങ്ങനെയാണ് പോവും. അപ്പോൾ ഇത് ഇങ്ങനത്തെ എനർജി ഡയഗ്രാം എന്തിനാണ് വരയ്ക്കുന്നത്, നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ലിമിറ്റ്സ് ഓഫ് മോഷൻ്റെ ലിമിറ്റ് പറയാൻ പറ്റും നമുക്ക്. ഈ മോഷൻ എവിടെ വരെ ഈ പാർട്ടിക്കിളിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ എവിടെ വരെ അപ്രോച്ച് ചെയ്യാം, മാക്സിമം അലൗഡ് ആയ അവർക്ക് തമ്മിലുള്ള ക്ലോസസ്റ്റ് അപ്രോച്ച് എന്താണ്, ആർ ഈക്വൽ ടു ബി. അങ്ങനെ കിട്ടിയത് നമ്മൾ ടോട്ടൽ
എനർജിയെ എന്ത് ചെയ്തു യു എഫക്റ്റീവിനായിട്ട് ഇക്വേറ്റ് ചെയ്തു ഈ പോയിന്റിൽ ഇയും യു എഫക്റ്റീവും കൂട്ടിമുട്ടാണ്. ഇ കൊല്ലു യു എഫക്റ്റീവാണ്. അത് ഈ കൊല്ലു യു എഫക്റ്റീവ് എന്ന് കൊടുത്താൽ ആർ ഈക്വൽ ബി എന്ന് കിട്ടും. അപ്പോൾ മാക്സിമം അത് അപ്രോച്ച് ചെയ്യുന്ന പോയിന്റ് ആർ ഈക്വൽ ബി ആണ്. ഓക്കെ.